ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. യൂദയ മരുഭൂമി. ഒലിവുമലയുടെ മുകളിൽ കയറി മറുവശത്തേക്ക് നോക്കിയാൽ പരന്നു കിടക്കുന്ന വിജന പ്രദേശം, കുന്നും മലകളും നിറഞ്ഞ ഭൂമി. താഴോട്ടിറങ്ങിയാൽ സമുദ്രനിരപ്പിലെത്തും. അവിടെ നിന്ന് പിന്നെയും താഴോട്ട് പോകുന്നു. ചാവുകടലിലെത്തുമ്പോൾ നമ്മൾ 400 മീറ്റർ സമുദ്രനിരപ്പിനും താഴെയാണ്. അവിടെ നിന്ന് 400 മീറ്റർ കൂടെ അതിൻ്റെ അടിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്തെത്തുകയാണ്. ജെറുസലേം മുതൽ കിഴക്കോട്ട് 25 കിലോമീറ്റർ നീണ്ടു പരന്ന് കിടക്കുന്ന യൂദയ മരുഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, സഹാറ മരുഭൂമി, അറേബ്യൻ മരുഭൂമി പോലെ മണലാരണ്യമല്ല. ഇവിടെ പാറകളും കുന്നുകളുമാണുള്ളത്. ഇന്ന് നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ ബെഡുവിൻ ജനതയുടെ കൂടാരങ്ങൾ കാണാം, ആട്ടിൻ പറ്റങ്ങളെ കാണാം. ഇവിടെ മരുഭൂമി ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവും നെഗറ്റീവുമാണ്. ബൈബിളിൽ ഭീകരതയുടെ സ്ഥലം, വിജനദേശം, ദൈവത്താൽ ശപിക്കപ്പെട്ട പ്രദേശം. അതുകൊണ്ട് തന്നെ മർക്കോസിൻ്റെ സുവിശേഷങ്ങളിലുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ലേവ്യരുടെ പുസ്തകത്തിൽ കാണുന്ന ദുഷ്ടാരൂപികളുടെ സാന്നിധ്യം, ഭീകരത നിറഞ്ഞ ഒരു സാധ്യതകളുമില്ലാത്ത ജീവൻ അസാധ്യമായ ഒരു പ്രദേശം. പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ഈ മരുഭൂമിയിലൂടെയാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഈ മരുഭൂമിയിലാണ് ദൈവജനം ജനിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹത് പ്രവൃത്തികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവകൃപയുടെ അന്തിമ വിജയം കാണിച്ച സ്ഥലം. ഈശോ ജോർദാനിൽ മാമോദീസ മുങ്ങിയതിന് ശേഷം ആത്മാവ് അവനെ ഈ ജൂദയ മരുഭൂമിയിലേക്ക് നയിക്കുന്നു. അവിടെ അവൻ ദൈവൈക്യത്തിൽ കഴിയുന്നു. ദൈവവുമായിട്ട് ഒന്നുചേരുന്ന സ്ഥലം, ദൈവിക പ്രവർത്തികളുടെ സ്ഥലം, അതാണ് മരുഭൂമി. കർത്താവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ അവൻ പലപ്പോഴും വിജനപ്രദേശങ്ങളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു, ദൈവവുമായിട്ടുള്ള ഐക്യത്തിലായിരിക്കാൻ പോകുന്നു. ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ചെടുത്ത് അവർ 40 സംവത്സരങ്ങൾ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങേണ്ടി വന്നു. ഇവിടെ ദൈവപുത്രൻ പിതാവിനെ അനുസരിച്ചുകൊണ്ട് 40 ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നു. അവിടെ അവൻ പരീക്ഷകനെ, പ്രലോഭകനെ തോൽപ്പിക്കുന്നു. അപ്പത്തേക്കാൾ ദൈവവചനത്തിന്, അത്ഭുതങ്ങളെക്കാൾ ദൈവാശ്രയത്വത്തിന്, അധികാരത്തേക്കാൾ ദൈവസേവനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ വിജയം വരിച്ച് കടന്നു പോകുന്നു. മരുഭൂമി അനുഭവം അത് മിശിഹ അനുഭവമാണ്. നമ്മെ ദൈവൈക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടം, കഠിനമായ കാലഘട്ടം, ഇതെല്ലാം ദൈവം അനുവദിക്കുന്നത് അവിടുത്തെ കൃപയുടെ കീഴിൽ അവിടുത്തോടുള്ള ഐക്യത്തിലേക്ക്, ദൈവിക മഹത്വത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനുള്ള മാർഗമാണ് എന്ന് മനസ്സിലാക്കാനാണ് ജൂദയ മരുഭൂമി നമ്മെ പഠിപ്പിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.